ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കെമിസ്ട്രിയിലെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. കെമിക്കൽ ബോണ്ടിങ്. ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യും. എന്തിനാ ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്? അവർ കമ്പൈൻ ചെയ്തിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ കെമിക്കലി അവർ കമ്പൈൻ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്നുകിൽ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഡുപ്ലറ്റ് അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആയി എങ്കിൽ അത് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അത് ഇല്ലാത്ത ആറ്റംസ് ആണ്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒരു ആറ്റം മാത്രമാണ്. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാ? അത് സ്റ്റേബിൾ അല്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിലും അത് സ്റ്റേബിൾ അല്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണെങ്കിലും അത് സ്റ്റേബിൾ അല്ല. അതേപോലെ തന്നെ 5, 6, 7 ഇതൊന്നും എന്തല്ല? സ്റ്റേബിൾ അല്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 2 അല്ലെങ്കിൽ 8 ആണെങ്കിലാണ് അത് എന്തെന്ന് നമുക്ക് പറയാം. അത് ഒക്ടറ്റ് അല്ലെങ്കിൽ ഡുപ്ലറ്റ് കംപ്ലീറ്റഡ് ആണ്. അതായത് 2 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കെ ഷെല്ലാണ് നമുക്കറിയാം. കെ ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. അപ്പോൾ ആ 2 ഇലക്ട്രോൺസും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡുപ്ലറ്റ് കംപ്ലീറ്റഡ് ആണ്. ഇനി അടുത്ത ഷെല്ല് എൽ ഷെല്ല്, അതിനകത്ത് 8 ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണ്. അങ്ങനെ സ്റ്റേബിൾ ആയി ഇരിക്കുവാണെങ്കിൽ ആ ആറ്റം ഓഫ് ദി എലമെന്റ് എന്ത് ചെയ്യില്ല? ഒരു ബോണ്ടിൽ ഏർപ്പെടില്ല. ഇനി എന്തുകൊണ്ടാണ് ബോണ്ടിൽ ഏർപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എണ്ണം കംപ്ലീറ്റഡ് അല്ല, അല്ലെങ്കിൽ അത് ഫിൽഡ് അല്ല. അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ആറ്റംസ് തമ്മിൽ ഒരു കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടുന്നത്. ഇനി കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്ത് 2 ആറ്റത്തിനെ തമ്മിൽ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയാം. അപ്പൊ കെമിക്കൽ ബോണ്ട് ഈസ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. അങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 3 മെത്തേഡ് ആണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. അതായത് ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പൊ മറ്റേ ആറ്റം എന്ത് ചെയ്യും? അത് ആറ്റം ഓഫ് അനദർ എലമെന്റ് അത് വാങ്ങിക്കും. അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഇത്. ശരിക്കും ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായി ടേക്ക് പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് ഒന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ ഡയറക്റ്റ് കൊടുക്കുക, അടുത്ത ആറ്റം ഓഫ് ദി അനദർ എലമെന്റ് അത് വാങ്ങിക്കുക. അങ്ങനെ ആ 2 ആറ്റം ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് തമ്മിലൊരു ബോണ്ട് അവിടെ ഫോം ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഏത് ബോണ്ട്? അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയും. അത് ഒന്നാമത്തെ മെത്തേഡ്, ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ടേക്ക് പ്ലേസ്. ഓക്കെ. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഷെയറിങ്. നമുക്ക് ഷെയർ ചെയ്യാം ഇലക്ട്രോൺസിനെ, എന്ത് ചെയ്യാം? ഷെയർ ചെയ്തിട്ട് അങ്ങനെ ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ്, ബോണ്ട് ഫോം ചെയ്യാനുള്ള മെത്തേഡാണ് എന്ത്? ഷെയറിങ്. ഷെയറിങ് തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞത് രണ്ട് ആറ്റംസ്, ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മോളിക്കുലാർ ബോണ്ട് എന്നും പറയും. അപ്പോൾ ഇതിൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത്. ഷെയർ ചെയ്തിട്ട് 2 ആറ്റംസും സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തിട്ട് സ്റ്റെബിലിറ്റി ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് ഒരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. ഓക്കെ. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്ന പെയർ ഓഫ് ഇലക്ട്രോൺസിനെ മൊത്തത്തിൽ ഏതെങ്കിലും ഒരു ആറ്റം ആണ് അത് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൺട്രിബ്യൂട്ടഡ് ബൈ ഓൺലി വൺ ഓഫ് ദി കമ്പൈനിങ് ആറ്റം. അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡേറ്റീവ് ബോണ്ട് എന്നും പറയും. അപ്പോൾ ഈ കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ 3 തരത്തിലുള്ള ബോണ്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് വഴി ഉണ്ടാവുന്ന ബോണ്ടാണ് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട്. രണ്ടാമത്തെ ബോണ്ടാണ് ഇലക്ട്രോൺസ് തമ്മിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവുന്ന ബോണ്ടാണ്. ആ ഷെയറിങ് 2 തരത്തിലുണ്ട്. മ്യൂച്വലി ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് കോവാലന്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ട്. ഇനി അല്ല, ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഒരു ആറ്റം, ആ കമ്പൈൻ ചെയ്യാൻ പോകുന്ന 2 ആറ്റത്തിൽ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഒരു ആറ്റം മാത്രം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ തരത്തിലുള്ള ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട്.
ഇലക്ട്രോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ട് അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമുക്ക് ഒരു സോഡിയം ആറ്റം കൺസിഡർ ചെയ്യാം. സോഡിയം എൻ, ഇത് അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 2,8,1 ആണ്. അപ്പോൾ ഇത് ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ഈ സോഡിയം ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ഇത് എന്താ ചെയ്യുക? ഈ സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്ത്, അപ്പോൾ ഒരു പ്ലസ് ചാർജ് ഇവിടെ വരും. അപ്പോൾ ഇത് 2,8. ഒപ്പം തന്നെ ഇവിടെ എന്ത് വരും? ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അതായത് ഇത് ഒരു ഇലക്ട്രോണിന് കൊടുത്തു. അപ്പൊ ഈ സോഡിയം ഒരു ഇലക്ട്രോണിന് കൊടുക്കുമ്പോൾ സോഡിയം എന്തായി മാറി? സോഡിയം അയോൺ ആയി മാറി. അതായത് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയാ? അയോൺസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് അയോൺ ഫോം ചെയ്തു. ഈ പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. അപ്പൊ സോഡിയം കാറ്റയോൺ അവിടെ ഫോം ചെയ്തു. അപ്പൊ ഇതിനകത്ത് സോഡിയം ആണോ, സോഡിയം ആറ്റം ആണോ, അല്ലെങ്കിൽ സോഡിയം അയൺ ആണോ, കാറ്റയോൺ ആണോ സ്റ്റേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണ്. അപ്പൊ ഇത് സ്റ്റേബിൾ ആണ്, ഇത് സ്റ്റേബിൾ അല്ല. കാരണം ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്, അത് ഫിൽഡ് അല്ല, കംപ്ലീറ്റഡ് അല്ല, ഒക്ടറ്റ് കംപ്ലീറ്റഡ് അല്ല. അതുകൊണ്ട് അപ്പൊ എപ്പോഴും ഇതിനകത്ത് സോഡിയം അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ സോഡിയം അപ്പൊ കൊടുക്കുമ്പോൾ അത് എന്ത് ഫോം ചെയ്യും? കാറ്റയോൺ, ഒരു പോസിറ്റീവ് ചാർജ് വരും, അതായത് കാറ്റയോൺ ആയിട്ട് രൂപപ്പെടും. ഓക്കെ, ഒരു അയൺ ഫോർമേഷൻ അവിടെ നടക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ക്ലോറിന്റെ കാര്യം എടുത്തു. ക്ലോറിൻ ആറ്റോമിക് നമ്പർ 17 ആണത്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2,8,7. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ അത് ഒക്ടറ്റ് കംപ്ലീറ്റഡ് അല്ല. അപ്പൊ എപ്പോഴും ഇതിനകത്ത് ഇതിന്റെ ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ ഒരു ടെൻഡൻസി എന്താ? ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാം. അപ്പൊ ഇതൊരു ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് അപ്പൊ ഇത് എന്ത് ഫോം ചെയ്യും? ക്ലോറിൻ അയോൺ ഫോം ചെയ്യും. അപ്പൊ ഏത് ചാർജ് അവിടെ വരിക? നെഗറ്റീവ് ചാർജ് ആണ് വരിക. അപ്പൊ ഈ ക്ലോറിൻ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2,8,8 ആണ്. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആനയോൺ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലാണെങ്കിലും, അതായത് എസ്പെഷ്യലി ഇപ്പോൾ സോഡിയത്തിന്റെ കാര്യമാണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, അതായത് മോസ്റ്റ്ലി മെറ്റൽസിന്റെ ഒക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 13, ഇതിന്റെയൊക്കെ ഈ ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 13th ഗ്രൂപ്പിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ. അപ്പോൾ ഇങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1, 2, 3 ഇങ്ങനെയുള്ള ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇങ്ങനെയുള്ള ഇലക്ട്രോൺസ് ആണ്, അതായത് ഇത്രയും ഇലക്ട്രോൺസ് ഉള്ളതാണെങ്കിൽ ഒരു ഇലക്ട്രോൺ അപ്പൊ അത് എന്ത് ചെയ്യും? കൊടുക്കാനാ ടെൻഡൻസി. ഓക്കെ, എന്നിട്ട് എന്തായി മാറും? കാറ്റയോൺ ആയിട്ട് മാറും. ഇനി ഇതിന് പകരം നമ്മൾ 15, 16, 17 ഈ ഗ്രൂപ്പുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 15th ഗ്രൂപ്പ് നമ്മൾ എടുത്തു. 15th ഗ്രൂപ്പ്, 16th ഗ്രൂപ്പ്, 17th ഗ്രൂപ്പ്. 15th ഗ്രൂപ്പിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺ. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺ. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ. അപ്പൊ എപ്പോഴും ഇതിനകത്ത് എത്ര ഇലക്ട്രോൺ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആവും? ഇവിടെ 3, ഇവിടെയോ 2, ഇവിടെ എത്രയാ? 1. അപ്പൊ അതായത് ഈ 15, 16, 17 ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് മുഴുവൻ എപ്പോഴും എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ വാങ്ങിക്കും. അതേപോലെ തന്നെ ഗ്രൂപ്പ് 1, 2 ഒപ്പം തന്നെ 13th ഗ്രൂപ്പ്, ഇവരുടെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ള, ഇതിനകത്ത് 2 ഇലക്ട്രോൺ ആണുള്ള ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 13ന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ്. ഇവരൊക്കെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? കൊടുക്കും. അപ്പൊ ഇവരൊക്കെ അത് ഇലക്ട്രോൺസിനെ കൊടുക്കും. അതായത് മോസ്റ്റ്ലി മെറ്റൽസ് ആണ് ഇലക്ട്രോൺസിനെ കൊടുക്കുക. അതേപോലെ തന്നെ ഈ 15, 16, 17 ഗ്രൂപ്പുകളിൽ ഇരിക്കുക എപ്പോഴും നോൺ മെറ്റൽസ് ആയിരിക്കും. അവർ ഇലക്ട്രോൺസിനെ വാങ്ങിക്കും. അങ്ങനെ മെറ്റൽസ് ഇലക്ട്രോൺസിനെ കൊടുത്ത് നോൺ മെറ്റൽസ് ഇലക്ട്രോൺസിനെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഫോം ചെയ്യണ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത് ബോണ്ട്? അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട്. അതായത് ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ടേക്ക് പ്ലേസ്. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ കാറ്റയോൺസും ആനയോൺസും ഫോം ചെയ്യും. അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആനയോണും പോസിറ്റീവ്ലി ചാർജ്ഡ് കാറ്റയോണും തമ്മിലായിരിക്കും. അപ്പോൾ അത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഫോഴ്സ് ആണ്. ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട്.
ഓക്കെ. ഇനി എത്ര ഇലക്ട്രോൺസിന് അത് കൊടുക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിന് അത് വാങ്ങിക്കും, ആ ഒരു ടെൻഡൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോവാലൻസി. ഇപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോവാലൻസ് എത്രയാ? 1 കാരണം 1 ഇലക്ട്രോണിന് അത് കൊടുത്തു. ക്ലോറിന്റെ ഇലക്ട്രോവാലൻസ് എത്രയാ? അതും 1 തന്നെയാണ് കാരണം 1 ഇലക്ട്രോണിനെയാണ് വാങ്ങിക്കുന്നത്. ഇനി ഇതിന് പകരം രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഒരു എലമെന്റ് എടുത്തു നമ്മൾ, സെക്കൻഡ് ഗ്രൂപ്പ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉള്ളത്. കാരണം മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ 2,8,2. അപ്പൊ ഇത് എപ്പോഴും എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോണിന് അത് കൊടുക്കും. അപ്പൊ ഇതിന്റെ ഇലക്ട്രോ വാലൻസി എത്രയാ? 2. അതായത് എത്ര ഇലക്ട്രോൺസിന് അത് കൊടുക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിന് അത് വാങ്ങിക്കും, ആ ഒരു നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ വാലൻസി. അപ്പോ മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിൽ ഉണ്ടാവുന്ന ബോണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അത് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് ആണ്.